നമസ്കാരം. തിരുവല്ല മീഡിയ ഇന്ന് നിൽക്കുന്നത് തിരുവല്ല ചുമത്രയിലാണ്. ചുമത്രയിലുള്ള ഒരു മിടുക്കി കുട്ടിയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ഈ മിടുക്കി കുട്ടി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ്. ഇന്ത്യയുടെ സാഫ് ടീമിൽ അണ്ടർ-16 സാഫ് ടീമിൽ ഉൾപ്പെട്ട ഒരേ ഒരു മലയാളി താരമാണ് ഈ നിൽക്കുന്നത്. മോളുടെ പേര് നേഹ സജി എന്നാണ്. ഇപ്പോൾ 11ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കണ്ണൂർ സ്പോർട്സ് സ്കൂളിലാണ് മോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിൽ അംഗമായി തിരുവല്ലയുടെയും അതിലുപരി കേരളത്തിൻ്റെയും ഒക്കെ പെരുമ ഉയർത്തിയ മിടുക്കിക്കുട്ടി. ഇവർ മത്സരത്തിന് പോയിട്ട് റണ്ണേഴ്സ് ആവുകയും ചെയ്തു. ഫൈനലിൽ മാത്രമാണ് ചെറുതായിട്ടൊന്ന് കാലിടറിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കൊത്തിരി സങ്കടവും വേദനയും ഒക്കെ തോന്നുകയാണ്. നിങ്ങളിതൊന്ന് കാണുക. ഈ ഒരു ഷെൽഫ് മൊത്തം ഈ മോൾക്ക് കിട്ടിയ ട്രോഫികൾ നിറഞ്ഞിരിക്കുകയാണ്. ട്രോഫി വെക്കാൻ സ്ഥലമില്ലാഞ്ഞിട്ട് അവസാനം ദാ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ടേബിളിൽ അവിടെയും ഫലകങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇനി ഈ മോൾക്കുള്ള സമ്മാനങ്ങൾ എവിടെ വെക്കണമെന്ന് അറിയത്തില്ല. ഇതെന്തിനാ പറയുന്നതെന്നറിയാമോ? ഈ കൊച്ചു മിടുക്കിക്ക് താമസിക്കാനൊരു സ്ഥലമില്ല. ഒരു കായിക താരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു സ്വത്താണെന്ന് പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സുയർത്തുന്നവരാണ്. അങ്ങനെയുള്ള ഒരു കായിക താരത്തിനാണ് ഇത്തരത്തിൽ പ്രതിസന്ധികളോട് പടപൊരുതി ജീവിക്കേണ്ടി വരുന്നത്. നേപ്പാളിൽ നടന്ന അണ്ടർ-16 വനിതാ സാഫ് ഫുട്ബോൾ കപ്പിൽ പന്ത് തട്ടിയാണ് തിരുവല്ല സ്വദേശിനി നേഹ സജി ശ്രദ്ധേയായത്. ഇന്ത്യൻ ടീമിലെ ഏക മലയാളി താരമാണ് നേഹ. തിരുവല്ല ചുമത്ര പുളിമ്പറമ്പിൽ സജി പീറ്ററിൻ്റെയും ടിൻഡു സജിയുടെയും മകളായ നേഹ കണ്ണൂർ സ്പോർട്സ് സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ബീഹാറിൽ നടന്ന അണ്ടർ-17 നാഷണൽ സ്കൂൾ ഗെയിംസിൽ നേഹയായിരുന്നു വൈസ് ക്യാപ്റ്റൻ. ഒഡീഷയിൽ നടന്ന അണ്ടർ-17 ഹീറോ ദേശീയ മത്സരത്തിലും മികവാർന്ന പ്രകടനമാണ് നേഹ കാഴ്ചവെച്ചത്. 2022 പാലക്കാട്ട് നടന്ന സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ അണ്ടർ-14 ഫുട്ബോളിൽ കണ്ണൂർ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു നേഹ. മത്സരത്തിൽ കണ്ണൂർ രണ്ടാമതെത്തുകയും ചെയ്തു. തൃശ്ശൂരിൽ നടന്ന ഖേലോ ഇന്ത്യ അണ്ടർ-17 ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കണ്ണൂർ സ്പോർട്സ് സ്കൂൾ വിജയിച്ചിരുന്നു. അന്ന് നേഹയായിരുന്നു മത്സരത്തിലെ താരം. സംസ്ഥാന സുബ്രതോ ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കണ്ണൂർ സ്പോർട്സ് സ്കൂൾ വിജയിച്ചപ്പോൾ നേഹ 4 ഗോൾ നേടിയിരുന്നു. PV പ്രിയ, KM രാജേഷ് എന്നിവരാണ് പരിശീലകർ. 7ാം ക്ലാസ് വരെ തിരുമൂലപുരം SNV സ്കൂളിലാണ് നേഹ പഠിച്ചത്. തിരുവല്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പിലൂടെയാണ് കണ്ണൂർ സ്പോർട്സ് സ്കൂളിൽ പ്രവേശനം നേടിയത്. സഹോദരി +2 വിദ്യാർത്ഥിനിയായ ലയ സജി. ഒരു മിടുക്കി കൊച്ചുമോൾ ഇന്ത്യൻ ടീമിൽ വന്നു. സന്തോഷമല്ലേ? എന്തോ പറയുന്നു? വളരെ സന്തോഷം. കാരണം അവിടെ പേരപ്പനെ അവിടെ വല്യപ്പനെല്ലാം ഭയങ്കര പന്ത് കളിക്കാരായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഒരു സ്ഥാനത്ത് എത്താൻ പറ്റിയില്ല. അതിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ കൊച്ചുമോക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഒരു പരിമിതമായ സാഹചര്യത്തിലും അവൾ ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയല്ലോ എന്നുള്ള സന്തോഷമാണ്. എനിക്കിപ്പോൾ ഉള്ള പ്രയാസം അവർക്കൊരു ജീവിക്കാനൊരു സൗകര്യക്കുറവാണ്, ബുദ്ധിമുട്ടാണ്. അവിടെ അപ്പനും സുഖമില്ലാത്തവനാണ്, തള്ള ജോലി ചെയ്താണ് അവരുടെ കാര്യങ്ങൾ നടത്തുന്നത്. ഞാനും ഒരു രോഗിയാണ്. എനിക്ക് സഹായിക്കാനുള്ള നിവൃത്തികളൊന്നുമില്ല. അവർക്കൊരു കൊച്ചു കൂര. ഞാനൊന്ന് ചോദിക്കുന്നത്, നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കാലയളവിൽ തന്നെ ഇപ്പം കൊച്ചുമക്കളെയൊക്കെ കാണുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ കൊച്ചുമക്കൾ കാണുന്നു എന്നതിനപ്പുറം അവർ ഈ രാജ്യം അഭിമാനിക്കുന്നവരെ ഓർത്ത് അത് വലിയൊരു സന്തോഷം. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവൾ ഒരു ഉന്നത സ്ഥാനത്ത് കയറണം എന്നുള്ള ഒരാഗ്രഹം എന്നും എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്യമ്മയാണ്. ഭാവിയിൽ അവൾ ഇപ്പം അണ്ടർ-16 ടീം അംഗമായത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിൽ തന്നെ കൊച്ചുമോള് അംഗമാകട്ടെ. അത് കാണാൻ
അമ്മച്ചിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മച്ചിയുടെ പേരൂടെ ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ഏലിയാമ്മ. ഏലിയാമ്മ, ഓക്കെ. ഇന്ത്യൻ സാഫ് ഫുട്ബോൾ ടീമിൽ അണ്ടർ 16 ഉൾപ്പെട്ട കൊച്ചുമിടുക്കി നേഹ സജി എന്ന കൊച്ചുമിടുക്കി കുട്ടിയുടെ വീടിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു വീടെന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പ്രത്യേകിച്ച് ഈ മോളെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പറയേണ്ടി വരുന്നത് അതിലും സങ്കടമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം അക്കാര്യത്തിൽ ഈ മോളോട് മാപ്പ് ചോദിക്കുവാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിയ ഒരു കൊച്ചുമിടുക്കി നമ്മുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിൽ, പ്രത്യേകിച്ച് സാഫ് കപ്പിൽ പങ്കെടുത്ത അണ്ടർ 16 ടീമിൽ അംഗമായിരുന്ന ഒരു മോള് താമസിക്കുന്ന, അതായത് ഒന്നുകൂടി ഓർക്കുക, ഈ സാഫ് ടീമിൽ അംഗമായിട്ടുള്ളത് ഒരേ ഒരു മലയാളി പെൺകുട്ടി മാത്രമാണ്. ആ മലയാളി പെൺകുട്ടി താമസിക്കുന്നത് ഈ തിരുവല്ലയിലാണ്, തിരുവല്ല ചുമത്രയിലാണ്. ആ മോടെ വീടാണ് ഈ കാണുന്നത്. ഇത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ, ഇത്ര പരിതാപകരമായ ഒരവസ്ഥയിൽ നിന്ന് രാജ്യത്തിൻ്റെ ടീമിനോളം ഈ മകൾ വളർന്നെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിശ്ചയദാർഢ്യം, അവിടെ കഠിനാധ്വാനം, അതിലുപരി ഈശ്വരാനുഗ്രഹം മാത്രമാണ്. ഈ വീഡിയോ കാണുന്ന രാഷ്ട്രീയ നേതൃത്വം ആരെയും ഞങ്ങൾ വിമർശിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ അകക്കണ്ണ് തുറക്കുമെങ്കിൽ ഈ കുഞ്ഞിനും അതിൻ്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും താമസിക്കാനും, അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല, ഒരു വീട് വെച്ച് കൊടുക്കണം. എത്രയോ നന്മ ചെയ്യുന്ന സാമൂഹിക പ്രവർത്തകരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആദരവ്, നമ്മുടെ സ്നേഹമൊക്കെ നമ്മൾ അവരോട് പ്രകടിപ്പിക്കേണ്ടത് അവരുടെ വിഷമങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ നമ്മളൊപ്പം നിന്നുകൊണ്ടും അവർക്ക് പ്രോത്സാഹനം കൊടുത്തുകൊണ്ടുമാണ്. ഈ വീഡിയോ ഈ മകളുടെ ഭാവി ജീവിതത്തിൽ ഒരേടായി മാറട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ന്യൂസ് ഡെസ്ക്, തിരുവല്ല മീഡിയ.